യെസ്, വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കൈവച്ച് കാണിച്ചേ നോക്കട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് വേർഷൻ ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. ഞാൻ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ചാപ്റ്റർ തീരും. ചാപ്റ്റർ ഓൾമോസ്റ്റ് തീർന്നു നമ്മുടെ. എന്നാലും 2 ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോളൂ. എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും കൂടി എഴുതിയിട്ട് നമുക്ക് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. പോരെ? നാളെ മുതൽ എൻ്റെ ശല്യം ഉണ്ടാവില്ല, പേടിക്കണ്ട. യെസ്, അപ്പോൾ അതിൽ നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് പഠിക്കുന്നത്? എന്തൊക്കെയാണ്? നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കുന്നുണ്ട്, സെക്ഷൻ ഫോർമുല പഠിക്കുന്നുണ്ട്. റേഷ്യോ തരാത്ത കേസിൽ K:1 എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ കെയുടെ വാല്യൂനെയാണ് നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട സെക്ഷൻ ഫോർമുല P എന്ന് പറയുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണെങ്കിൽ സെക്ഷൻ ഫോർമുല വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ടു മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ്. അത്രയേ ഉള്ളൂ നമുക്ക് ആ ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ അവിടെ നൂറ് പഠിച്ചായിരുന്നു, സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ പഠിച്ചായിരുന്നു. എ ഓഫ് ദ പോയിന്റ്, ഒരു ട്രയാംഗിളിന്റെ 3 വെർട്ടിക്സ് തന്നാൽ സെൻട്രോയിഡ് ഓഫ് എ ട്രയാംഗിൾ എങ്ങനെയാണ് പിടിക്കുക? x1 + x2 + x3/3 ആൻഡ് y1 + y2 + y3/3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ട്രയാംഗിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഹയർ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ അതിന്റെ ഇന്നത്തെ കുറച്ചും കൂടി കൊളീനിയാരിറ്റീനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ഹയർ ഓർഡർ പ്രോബ്ലംസ് കേട്ടോ. കൊളീനിയർ പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ അതിന്റെ മിസ്സിംഗ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഹയർ വേർഷൻ ഉണ്ട് നമുക്ക് അവിടെ. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് വരണേ. അപ്പൊ എഴുതിക്കോളൂ. നിങ്ങൾ എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി കേട്ടോ. അഡീഷണൽ എന്നോ ഹോട്ട് എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ വേണമെങ്കിൽ. ഹോട്ടാണ്, ഹോട്ട് ക്വസ്റ്റ്യൻ ആണ് എന്ന രീതിയിൽ എഴുതിയാൽ വെച്ചാൽ മതി. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P. പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ വിച്ച് ദ പോയിന്റ്സ്, 3 പോയിന്റ്സ് എന്താണ്? കൊളീനിയർ ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കൊളീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ ചാടി കയറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പൊ ദാ -1,3 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ എന്തുണ്ട്? 2, P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 5, -1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. AB എന്ന് പറയുന്ന 2 പോയിന്റ്. ഈ പോയിന്റിനെ നമ്മൾ എന്തെടുത്തു? P ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മിഡിൽ കിടക്കുന്ന 3 പോയിന്റ്സ്, കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 പോയിന്റ്സ് ലൈ ഓൺ എ സെയിം സിംഗിൾ സ്ട്രേറ്റ് ലൈൻ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ശ്രദ്ധിച്ചേ ചാടി കയറി കൊളീനിയാരിറ്റി ചെയ്യല്ലേ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 3 പോയിന്റ്സ് കൊളീനിയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ്സ് ലൈ ഓൺ എ സെയിം സിംഗിൾ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ, 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ K:1 എന്ന് പറയുന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ മിസ്സിംഗ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. മിസ്സിംഗ് കോർഡിനേറ്റ് 3 പോയിന്റ്സ് കൊളീനിയർ ആണ്, ലൈ ഓൺ ദ സെയിം സിംഗിൾ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പൊ മിഡിൽ കിടക്കുന്ന ആള് മറ്റേനെ K:1 എന്ന് പറയുന്ന എന്തെങ്കിലും റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക കേട്ടോ. അപ്പോ ഇവിടെ ഇതാണ് P ഓഫ് 2, P വേണ്ട കേട്ടോ. P ഓൾറെഡി നമുക്ക് വേറൊരു P ഉണ്ട്. അപ്പൊ നമ്മൾ ആ പോയിന്റ് ഒന്ന് മാറ്റി കൊടുത്തു. യെസ്, ലിസൺ. അപ്പോ ഇവിടെ നമ്മൾ ഏതാണ്? C കൊടുക്കാം. C ഓഫ് 2, P divides AB in the ratio എത്രയാണ്? K:1. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. K:1 എന്ന് പറയുന്ന ഹയർ ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. K:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. യൂസിങ് സെക്ഷൻ ഫോർമുല പല പ്രാവശ്യം ബോർഡ് എക്സാമിന് പല കൊല്ലങ്ങളിലായിട്ട്, പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായി നോക്കണം. യെസ്, അപ്പോ സെക്ഷൻ ഫോർമുല നമുക്ക് എന്താണ്? M1x2 അല്ലെ? ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ്. ഏത് പോയിന്റ് ആണ്? C ഓഫ് ആണ്. സിയുടെ കോർഡിനേറ്റ്സ് ആണ്. C ഓഫ് 2, P ഈക്വൽ ടു, അതിനെ നമ്മൾ XY എന്നാണ് നമ്മൾ എടുക്കുക. ഇതിനെ X1 Y1 ആണ്, ഇതിനെ X2 Y2 എന്നാണ് എടുക്കുക. ഇത് നമ്മുടെ M1 ആണ്, ഇത് നമ്മുടെ എന്താണ്? M2 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് P ഓഫ് നമ്മൾ C ഓഫ് x, y is equal to M1x2 plus M2x1 divided by M1 plus M2 ആണ്, M1y2 plus M2
y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ് നമ്മുടെ എന്ത് y കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ x, y എത്രയാണ് തന്നിട്ടുണ്ട്? 2, p ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈക്വൽ ടു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഇൻറ്റു അവിടെ x2 എന്ന് പറഞ്ഞാൽ 5 ആണ് പ്ലസ് 1 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 k ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ എന്താണ് k പ്ലസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. വിച്ച് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 2, p വിച്ച് ഇംപ്ലൈസ് 2, p ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എത്ര കിട്ടി? 5k -1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇവിടെ -k പ്ലസ് 3 ഡിവൈഡഡ് ബൈ എന്താണ് k പ്ലസ് 1 എന്താണെന്നാണ് കിട്ടുക. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണു? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് p യുടെ വാല്യൂ ആണ്. p യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ p ഈസ് ഈക്വൽ ടു ഇതാണ്. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? k യുടെ വാല്യൂ അറിയണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? k യുടെ വാല്യൂ ഫസ്റ്റ് കോർഡിനേറ്റോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ ശ്രദ്ധിക്കുക, രണ്ട് ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 5k -1 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 എന്ന് പറയുന്നത് 2 ഈക്വൽ ആണ്. ഇവിടുന്ന് എന്ത് കിട്ടും? k യുടെ വാല്യൂ കിട്ടും. ആ k യുടെ വാല്യൂ എവിടെ കൊണ്ട് കൊടുക്കുകയാണ്? -k പ്ലസ് 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇതിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? p യുടെ വാല്യൂ കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. മുമ്പ് ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ നോക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 5k -1 ഇസ് ഈക്വൽ ടു ഈ k പ്ലസ് 1 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2 ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 2k പ്ലസ് 2 എന്നാണ്. 5k ഇവിടെ കിടക്കുന്നുണ്ട്, ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് കൊണ്ടുവരിക? 2k കൊണ്ടുവരിക. ഇവിടെ 2 ഉണ്ട്, 1 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3k is equal to നമുക്ക് 3 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് k is equal to ഇവിടെ 3/3 ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? 1 എന്നാണ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ k യുടെ വാല്യൂ 1 എന്ന് കിട്ടി. k യുടെ വാല്യൂ ആയി കിട്ടുക. therefore p is equal to നമുക്ക് എന്താ? -k plus 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ആണ്. k യുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 ആണ്. സോ -1 plus 3 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടുക? 1 plus 1 ആണ്. സോ 2/2 which is equal to which implies p is equal to നമുക്ക് എത്ര തന്നെയാണ് എന്ന് കിട്ടും? 1 തന്നെയാണ് എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പോ കൺസെപ്റ്റ് മറക്കരുത്. കൊളീനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി കയറി AB ഈ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടില്ല കേട്ടോ. കാരണം റൂട്ടാണ്, രണ്ട് റൂട്ടുകൾ ആഡ് ചെയ്തിട്ട് രണ്ടും റൂട്ടുകളാണ് കിട്ടുക. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ചെയ്ത് കഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. യെസ്, വേഗാവട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നലെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്ന് മാത്രം. യെസ്, അശ്ലിൻ തരാം. അടുത്താളെ ജോയ്സേ. നമുക്കിത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യാം. ഇവിടെ ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യാം. ഇവിടെയും നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വേണം അതിനെ സ്ക്വയർ ചെയ്യാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ് കേട്ടോ. തെറ്റല്ല, ഈസി ആയിട്ട്. കാരണം അവിടെ രണ്ട് സ്ക്വയറുകളെ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരെണ്ണത്തിനെ ട്രാൻസ്പോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ക്വയർ ചെയ്യേണ്ടി വരിക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡ് ചെയ്യാനായിട്ടത്. ഷാദിനെ പറഞ്ഞ കൂട്ടാ. K minus 1 by k plus 1 is equal to 2. അവിടുന്ന് മുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ഈ k പ്ലസ് 1 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ ഉണ്ടാവുക? 2 ഇൻറ്റു എന്നല്ലേ വരിക. അപ്പൊ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു k 2k, 2 ഇൻറ്റു 2 2 എന്ന് കിട്ടും. എന്നിട്ട് 2k-നെയൊക്കെ ഒരു സൈഡിലേക്ക് കൊടുന്നു, നമ്പറിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ 3k is equal to 3 എന്ന് കിട്ടി. k equal to 3/3 equal to 1 കിട്ടിയോ? എന്നിട്ട് ആ കെയുടെ വാല്യൂ നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കും? ഇവിടെ. ഇപ്പുറത്ത് p ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് p equal to 1 കിട്ടും. ആയിഷ പറഞ്ഞ മോളെ. നമുക്ക് ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടാവോ? അറിയില്ല മോളു, അറിയില്ല. അത് ഇവിടുന്ന് അനൗൺസ് ചെയ്യും, നമുക്കറിയില്ല. ഇനി പറയുന്നെങ്കിൽ തന്നെ പറയാനുള്ള പ്രൊവിഷൻ നമുക്കില്ല കേട്ടാ.
കാരണം ഇവിടുന്ന് അനൗൺസ്മെന്റ് ആണ് നമുക്ക് പറയാനുള്ള. ഗൗതം സാറിനോ ശരത് സാറിനോ ഇപ്പൊ ഇല്ല, അവിടുന്ന് അല്ലേ സാറേ, നമുക്കത് കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അടുത്ത ആള് സാർ, പിന്നെ ഇത് ഈ M1 M2ന്റെ വാല്യൂ K+1 ആണ് ഓൾവേസ് കോൺസ്റ്റന്റ്. M1 പ്ലസ് M2. M1 നമ്മള് ഇതെടുക്കുമ്പോ +1 എന്നല്ല, M1 + M2 = K+1. ഓൾവേസ് അതാണോ? ഓൾവേസ് K:1 വരുന്ന കേസിൽ K+1 എടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ട്ടാ, കേൾക്കണ്ടോ? അത് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾവേസ് K+1 ആണെന്ന് പഠിച്ചു വെക്കരുത്, കേട്ടോ കൂട്ടാ? യെസ്, ബൈ ഹാർട്ട് ചെയ്യലല്ല മാക്സ്. അടുത്ത ആള് ചിന്മയി പറഞ്ഞോളെ. സാർ, അപ്പൊ നമ്മളിതില് AC + CB ചെയ്ത് നമുക്ക് AB ആയിട്ട് തന്നെ കിട്ടുമോ ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ? കിട്ടും. ABIs കിട്ടില്ല. ഇവിടെ പിക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും ട്ടാ. യെസ്, വെരിഫിക്കേഷൻ ഇല്ല നമുക്ക്. വെരിഫിക്കേഷൻ ചെയ്ത് വെറുതെ സമയം കളയരുത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ചെയ്തിങ്ങനെ പോരാ. പറഞ്ഞേ ആയിഷ, പറഞ്ഞൂടെ പറഞ്ഞേ. സർ, ഇവിടെ ഇതില് -1, 3 പിന്നെ 2, P ആൻഡ് 5, -1 ഇതെല്ലാം കോലീനിയർ എന്ന് പറയുന്നില്ലേ? അപ്പൊ K:1 1:1 ആയിരിക്കില്ലേ? കാരണം AC കൊളീനിയർ മിഡ് പോയിന്റ് ആവണം നിർബന്ധമുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? കൊളീനിയർ പോയിന്റ്സ് സെന്ററിലെ പോയിന്റ് മിഡ് പോയിന്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടോ? 3 പോയിന്റ്സ് ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കണം എന്നേ ഉള്ളൂ. 1:1 ആവണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ വേഗം എഴുതിക്കോളൂ. സെയിം പാറ്റേണിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. കൊളീനിയർ പോയിന്റ്സ് ഒരിക്കലും മിഡ് പോയിന്റ് ആവണമെന്നില്ല കേട്ടോ. ഒരു ലൈനിൽ കിടക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരിക്കലും മിഡ് പോയിന്റ് ആണ് എന്ന് കരുതരുത്. ഇതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. വേഗം ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. സാർ പിന്നാലെ വരുന്നുണ്ട്. കഴിഞ്ഞ ആൾക്കാർ കിട്ടുമെന്നുള്ള ആൾക്കാർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇതേ പാറ്റേണിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ദാ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? -5,1 എന്നാണ്. അടുത്തൊരു പോയിന്റ് ദാ ഇവിടെ ഉണ്ട്. ഇതിനെ A എന്ന് കൊടുത്തു. ഇതിനെന്താണ് നമ്മൾ ഇവിടെ 1, P ആണ് നമുക്ക് കൊടുത്തത്. അപ്പോൾ നമ്മൾ അതിനെ C എന്ന് കൊടുത്തു. ഇവിടെ എന്താണ്? B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വേറൊരു പോയിന്റ് ഉണ്ട്. അതായത് ഞാൻ കുറച്ച് നീക്കി എഴുതിയിട്ടുണ്ട്. ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട, മിഡ് പോയിന്റ് ആണ് എന്നുള്ളത്. 4, കേട്ടോ ആയിഷ, 4, -2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് P ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാണ്? C of the point 1, P. C of the point divide AB. AB-നെ ഏത് റേഷ്യോയില്? AB in the ratio. ഏത് റേഷ്യോ ആണ് നമുക്ക് കിട്ടുക? K:1 എന്ന് പറയുന്ന റേഷ്യോയില് അതിനെ എന്ത് ചെയ്യാണ്? ഡിവിഷൻ ചെയ്യാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ K:1 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. K:1 ആണ്. ഇതിനെ x1 y1 എന്നെടുക്കണു. ഇതിനെ നമ്മൾ എന്തെടുക്കണു? x2 y2 എന്നെടുക്കണു. ഇതിനെ x, y ആയിട്ട് എടുത്തു. ഇത് നമ്മുടെ M1 ആണ്. ഇത് നമ്മുടെ എന്താണ്? M2 ആണ്. ദെൻ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാൻ പോവാ? സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ കൊളീനിയറിൽ മിസ്സിംഗ് കോർഡിനേറ്റ്സ് വരുമ്പോൾ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ അതാണ് കൂടുതൽ എളുപ്പം ട്ടോ. യൂസിങ് സെക്ഷൻ ഫോർമുല. എന്താണ്? C of x, y. x, y is equal to M1 x2 plus M2 x1 divided by M1 plus M2, ഇപ്പുറത്ത് y കോർഡിനേറ്റ്
m1y2 plus m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് അതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് വരിക. ഇനി കോർഡിനേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എത്രയാണ് 1, p ആണ് എന്ന് നമുക്കറിയാം. 1, p is equal to m1 എത്രയാ നോക്കാം, അവിടെ k ആണ്. k ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ 4 ആണ്, m2 എന്ന് പറഞ്ഞാൽ 1 ആണ്, x1 എന്ന് പറഞ്ഞാൽ -5 ആണ്, ഡിവൈഡഡ് ബൈ m1 plus m2. Since the ratio is not given, take the ratio as k:1, so it is k plus 1. ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് എന്താ കിട്ടുക, k ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് 1 ഇൻറ്റു 1 ആണ് നമ്മുടെ y1, ഡിവൈഡഡ് ബൈ എന്ത് തന്നെയാണ് k plus 1 ആണ് നമുക്ക് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് 1, p is equal to 1, p is equal to നമുക്ക് എന്ത് കിട്ടി 4k, ഇവിടെ -5 ഡിവൈഡഡ് ബൈ k plus 1 എന്നാണ് നമുക്ക് കിട്ടുക. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാ -2k plus 1 ഡിവൈഡഡ് ബൈ k plus 1 ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്, അതായത് ഈ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിരിക്കും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, കെയുടെ വാല്യൂ കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, കെയുടെ വാല്യൂ കിട്ടുക. ആ കെയുടെ വാല്യൂ എവിടെ കൊടുക്കുകയാണ്, -2k plus 1 ഡിവൈഡഡ് ബൈ k plus 1 കൊടുക്കുമ്പോഴാണ് പിയുടെ വാല്യൂ കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, ഉറപ്പാണല്ലോ. കെയുടെ വാല്യൂ കിട്ടിയതിനു ശേഷം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കുക, ഇതിനെയാണ് സിംപ്ലിഫൈ ചെയ്യണേ. ഇതാ 4k - 5 is equal to ഈ k plus 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. 1 ഇൻറ്റു സംതിങ് ആയതുകൊണ്ട് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. 1നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും. 4k - 5 is equal to 1 ഇൻറ്റു k ആണ്, 1k ആണ്. ഇപ്പുറത്ത് എന്ത് തന്നെയാണ്, 1 തന്നെയാണ് കിട്ടുക. കെനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ 4k ഇവിടെ ഉണ്ട്, ഈ കെനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -k ആണ്, 1 ഇവിടെ കിടക്കുന്നുണ്ട്, -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3k is equal to നമുക്ക് ഇവിടെ 6 എന്നും കെയുടെ വാല്യൂ നമുക്ക് എത്രയാ 6/3 ഈക്വൽ ടു എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്, k ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത് 2 ആന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, കെയുടെ വാല്യൂ 2 കിട്ടിയ ആൾക്കാരുണ്ടോ? യെസ്, കെയുടെ വാല്യൂ 2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് p വേണം. therefore p is equal to നമുക്ക് എത്രയാ -2k plus 1 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടണേ, k plus 1 ആണ്. that is equal to -2 into 1ന്റെ കെയുടെ പ്ലേസിൽ എത്രയാ 2 കൊടുക്കുകയാണ്. 2 plus 1 ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാ 2 plus 1, that is equal to -4 plus 1 ഡിവൈഡഡ് ബൈ 3 എന്നാണ് നമുക്ക് കിട്ടുക. that is equal to -3/3 is equal to -1 എന്ന് നമുക്ക് എന്ത് കിട്ടും, പിയുടെ വാല്യൂ കിട്ടും. കിട്ടിയ ആൾക്കാരുണ്ടോ? -p കിട്ടിയോ? മനസ്സിലായ ആൾക്കാരുണ്ടോ? യെസ്, വേഗാവട്ടെ കേട്ടോ. ഒന്ന് കൈവീശി കാണിച്ച മക്കളെ, ഇവിടെ ഇല്ലേ? ഹലോ 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 യെസ്, വേഗാവട്ടെ കേട്ടോ, വേഗാവട്ടെ. വിജയ് പറഞ്ഞ കൂട്ടാം. സർ മറ്റേ ക്വസ്റ്റ്യൻ ഇല്ലേ, ക്വസ്റ്റ്യനിലെ മറ്റേ ലാസ്റ്റിൽ എന്തോ പറഞ്ഞു, എന്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. എന്തിനാ സർ ലാസ്റ്റ് മറ്റേ ആ വേർഡോ ലൈന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. കൊടുത്തു സാറേ, നമ്മുടെ വിജയ് അല്ലേ, പോട്ടെ. ഇഷ പറഞ്ഞ മോളെ. ഈ സി കോർഡിനേറ്റ് XY എന്തിനടുത്ത്, C എന്തിനടുത്ത്? അത് നമ്മൾ സാധാരണ PXY എന്ന് കൊടുക്കാനായിട്ട് അവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാ, വേറെ ഒന്നിനുമല്ല. അപ്പം വേറെ എന്തും ആവാലോ എടുക്കുന്നത്? ആവാം, വേറെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടാ. നമ്മൾ ജസ്റ്റ് അതൊരു മിസ്സിംഗ് കോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിൽ എടുത്തതാ. നമ്മൾ അങ്ങനെയല്ല എടുക്കാറ്, P(xy) എന്നുള്ള പോയിന്റ് അല്ല എടുക്കാറ്. ഇന്ന് എക്സാം ഉണ്ടോ? ഇന്ന് എക്സാം ഉണ്ടാവും. ഇന്ന് എക്സാം നിങ്ങൾക്ക് എത്രയാ, ഫിസിക്സിന്റെ എക്സാം അല്ലേ, കെമിസ്ട്രിയുടെ എക്സാം അല്ലേ? ക്രാഷ് നമുക്ക് 7:20 വരെയുള്ളൂ. ഇന്നത്തോടു കൂടി നമ്മൾ നമ്മുടെ ചാപ്റ്റർ തീർക്കും കേട്ടാ. ശരത് സാർ നാളെ തൊട്ട് ഇഷാനെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, സമാധാനായി. നിഷ പറയാവോ, സമാധാനം സാർ ഒന്ന് പോയി തന്നാ മതി. ആരാണ്? ഹരിശ്രീ പറഞ്ഞ മോളെ. ഹരിശ്രീ അവിടെ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കണേ അല്ലെ? ഹരിശ്രീ ഭയങ്കര ദേഷ്യത്തിലാണ്, ചിരിക്കൊന്നുമില്ലാന്ന് പറ.
അറിയാണ്ട് വന്നതാ. ആഹാ, അറിയാണ്ട് മൗസിന് കൈയും കാലൊക്കെ വെച്ച് തുടങ്ങിയിട്ടെ. കുറെ ആൾക്കാരുടെ മൗസിന് ഇവിടെ കൈയും കാലൊക്കെ വെക്കുന്നുണ്ട്, അറിയാണ്ട് മൗസൊക്കെ ചെന്ന് ശരത് സാറിന് ഹായ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റബ്ബ് ചെയ്യാം. ആ, വേഗം ആയിക്കോട്ടെ കേട്ടാ. അമ്ന, വേഗം ആയിക്കോട്ടെ. സാർ നല്ല പനിയാണ് മക്കളെ, നാളത്തോടുകൂടി കിടപ്പാവും ഏകദേശം. കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ആരൊക്കെയോ എന്നെ പ്രാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം പറ, കുറേ ദിവസമായി കോർഡിനേറ്റ് ജിയോമെട്രി X1 Y1 X2 Y2 എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി ബുദ്ധിമുട്ടിക്കണം അല്ലേ കല്യാണി? കുറേ ദിവസമായി ഇവിടെ കിടന്ന് ഇങ്ങനെ X1 Y1 ഒക്കെ ഓടുന്ന ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ. ആയിഷ അവിടെ നിന്ന് ചിരിക്കുക, ഞാനാണ് സാറിന് ഞാൻ കൊട്ടേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? X1 Y1 ഒക്കെ കുറേ ദിവസമായി ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണു, ഒന്ന് വേഗം പോയി തന്ന സമാധാനമായിരുന്നു. എന്താണ് ആയിഷ? വേണ്ട ഹാൻഡ് റൈസ് ചെയ്യണ്ട. ആയിഷനെ ചീത്ത പറയാൻ ഹാൻഡ് റൈസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ വിളിക്കണില്ല കേട്ടാ. യെസ്, ആയിഷയ്ക്ക് ഡൗട്ട് അല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് മൃദുലേ, കഴിഞ്ഞോ? വേഗം ആവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഓ മൃദുലേ എന്നുള്ള പാട്ടൊക്കെ പാടും ഇപ്പോ. പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഗൗതം സാർ ഭയങ്കര പാട്ടുകാരനാട്ടാ, വിചാരിക്കാത്തൊരു. അനോക്കി നന്നായി പാടുന്നു. ഇവിടെ നിന്ന് കൈയൊക്കെ തലയൊക്കെ വീശി കാണിക്കുന്നുണ്ട്. എനിവേ അനോക്കിക്ക് നമുക്കൊരു ചാൻസ് കൊടുക്കാം അല്ലേ അനോക്കി? യെസ്, തരാട്ടോ. ഒന്ന് വേഗം പ്രോബ്ലം കഴിക്കാൻ ഞാൻ. യെസ്, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞല്ലോ അല്ലെ? മൃദുലിന്റെ കഴിഞ്ഞില്ലേ കൂട്ടാ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഒരു ഹയർ വേർഷൻ ആയി പോകും കേട്ടോ. കുറച്ചും കൂടി ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലം മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ നന്നായി ആലോചിക്കണം എന്ന് മാത്രം. വേഗം എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇതും ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The line joining the points 2,1 and 5,-8. നന്നായി വായിച്ചെഴുതണം. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം മതി കേട്ടോ കീർത്തന. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പോകണ്ട. ഇഷ എവിടെ? ഇഷ കേട്ടോ? യെസ്. അപ്പോ the line joining the points 2,1 നോക്കുക. 2,1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ദാ ഇവിടെ ഉണ്ട്. ഇതിനെയും 5,-8 ഉണ്ട്, മൈനസ് ഉണ്ട് അവിടെ. -8 എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ ട്രൈസെക്റ്റഡ് അറ്റ് ദ പോയിന്റ് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞിരിക്കണേ. പി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലും വെച്ച് എന്ത് ചെയ്തു? ട്രൈസെക്ട് ചെയ്തു. 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇപ്പൊ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്, ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്. അത് ട്രൈസെക്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്രൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റ് എത്ര എന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ചിന്മയി ഇവിടെ. അപ്പോ ഇവിടെ നമ്മളോട് പറയണത് എന്താ? എ ബി എന്ന് പറയുന്ന രണ്ട് ലൈൻ സെഗ്മെന്റിനെ, മക്കളൊന്ന് ശ്രദ്ധിച്ചേ, എ ബി എന്ന് പറയുന്ന രണ്ട് ലൈൻ സെഗ്മെന്റിനെ പിയും ക്യൂവും എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ട്രൈസെക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കിടന്നോട്ടെ. ഇനി നമ്മളോട് പിയും ക്യൂവും കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഇഫ് ദ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ എടുക്കുന്നുണ്ട്? ഇതാ ഈ പറയുന്ന ലൈൻമേലത്തെ പോയിന്റ് ആണ്. ഇവിടെ ഈ ലൈൻ ഇതുമ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈനിന്റെ ഇക്വേഷനാ അല്ലെ? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഈസ് ഓൾവേസ് എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലേ നമുക്ക് കിട്ടുക. ഡിഫറൻറ്റ് സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോ ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സും കോമയാണ്, എക്സും വൈയും ആണ് നോർമലി നമ്മൾ എടുക്കണേ. അത് ഇതുമൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റിനെ ആര് സാറ്റിസ്ഫൈ ചെയ്യണം? ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. പി എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ലൈനിലെ എക്സിനും വൈക്കും നമുക്ക് എന്ത് കൊടുക്കണം? ആ പി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുത്താൽ LHS = RHS കിട്ടണം. മനസ്സിലായോ പറഞ്ഞത്? ആ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യണു എന്നാണ് പറയാ.
അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയാണ്? അപ്പൊ നമുക്ക് ഇവിടെ പി മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ പി ലൈസ് ഓൺ എവിടെയാണ് 2x മൈനസ് വൈ പ്ലസ് കെ ഈക്വൽ ടു 0 കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നോട്ടെ. അപ്പോ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന് പി എന്ന് പറയുന്ന പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ട്രൈസെക്ട് ചെയ്യുന്നുണ്ട്. പി ലൈസ് ഓൺ ദിസ് വൺ എന്ന് പറയുമ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് മാത്രമേ വേണ്ടൂ. അപ്പൊ നമ്മൾ ഇതാണ് പി ഡിവൈഡ്സ് എന്താ പറഞ്ഞിരിക്കണേ? എ ബി ഇൻ ദ റേഷ്യോ 1:2 എന്ന് പറയുന്ന ഭാഗമാണ്. ദാ ഇവിടെ ഒരു പാർട്ടും ഇവിടെ എത്ര പാർട്ടും നമുക്കുണ്ട്? ഇവിടെ 2 പാർട്ട് ഉണ്ട്, ഇവിടെ ഒരു പാർട്ടാണ്. അപ്പൊ 1:2 ഡിവിഷൻ നടത്തുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോവാ? സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് പിയുടെ കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ യൂസിങ് സെക്ഷൻ ഫോർമുല നമ്മൾ എന്തെടുക്കുകയാണ്? പി ഓഫ് എക്സ് വൈ, പിയുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് പി ലൈസ് ഓൺ എന്നാ പറഞ്ഞിരിക്കണേ. പി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ m1x2 പ്ലസ് m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ്. കോമ ഇനി എന്താണ്? m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല വരിക. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അത് x, y തന്നെയാണ് നമ്മൾ എടുക്കാൻ പോണേ. ഈക്വൽ ടു ഇവിടെ ഏതാണ് റേഷ്യോ? 1:2 ആണ് നമ്മുടെ റേഷ്യോ. അപ്പൊ നമുക്ക് ഇനി ക്യൂ ഒന്നും ഇവിടെ വേണ്ട, 1:2 ആണ്. അപ്പൊ ഇത് m1 ആണ്, ഇത് m2 ആണ് എന്നെടുക്കണം. ഓക്കെ. അപ്പോ m1 എന്ന് പറയുമ്പോൾ 1:5 പ്ലസ് 2:2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2, 1:-8 പ്ലസ് 2:1 ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് 2 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3, ഇവിടെയാണെങ്കിലോ -8 പ്ലസ് 2 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതാവുമ്പോ 9 ആണ്, 9/3, ഇവിടെ എത്രയാ? -6/3 ആണ്. സോ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 3, -2 എന്നാണ് നമുക്ക് ആരുടെ കോർഡിനേറ്റ്സ് കിട്ടുക? പിയുടെ കോർഡിനേറ്റ്സ് കിട്ടുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ പിയുടെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടുപിടിക്കാൻ നല്ല സുഖമായിരുന്നു, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതാണ്. ഇനി പറയാണ് ആ പോയിന്റ് നമ്മൾ എടുക്കണം. പി സിൻസ് പി ലൈസ് ഓൺ, പി എവിടെ കിടക്കുന്നുണ്ട്? ലൈസ് ഓൺ ദ ഇക്വേഷൻ 2x മൈനസ് വൈ പ്ലസ് കെ ഈക്വൽ ടു 0. അതായത് പി കിടക്കുന്നത് ഈ ലൈൻമേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈൻ ആരെ സാറ്റിസ്ഫൈ ചെയ്യണം? പി എന്ന് പറയുന്ന പോയിന്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതില് 2x പ്ലസ് മൈനസ് വൈ പ്ലസ് കെ ഈക്വൽ ടു 0 2 എക്സിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുക. എക്സിന്റെ വാല്യൂ എത്രയാ? 3 എന്ന് കൊടുക്കുകയാണ്. മൈനസ് വൈക്ക് എത്ര കൊടുക്കുക? -2 ആണ്. സോ -2 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ 6 ആണ്. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 8 പ്ലസ് കെ ഈക്വൽ ടു 0, സോറി 2 പ്ലസ് കെ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോ 6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 ആണ്. 8 പ്ലസ് കെ ഈക്വൽ ടു 0 which implies that k equal to നമുക്ക് എത്രയാണ് എന്ന് കിട്ടും? -8 ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -8 ആണ് എന്ന് കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ച മക്കളെ. ഉറപ്പാണോ? യെസ്, വേഗം എഴുതിക്കോട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. CBSE ചോദിക്കുന്ന ഒരു ഹോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഹോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ലൈ ഓൺ ദി ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. അല്ലെങ്കിൽ ലൈൻ ഡിവൈഡ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടായിരിക്കും എപ്പോഴും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. നന്നായി പഠിച്ചേക്കണം. യെസ്, ശ്രമിച്ചോ. ജോയ്സേ പറയൂട്ടാ. സാർ നമ്മള് ഇത് ട്രൈസെക്റ്റ് ആവില്ലേ ചെയ്യുന്നത്? ട്രൈസെക്ട് ചെയ്യാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗങ്ങളാണ്. നമുക്ക് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ക്യൂ കണ്ടുപിടിക്കണ്ട.
പി മാത്രമേ നമുക്ക് പ്രീ ലൈസ് ഓൺ ദ ലൈൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പിയിൽ മാത്രം ഒതുങ്ങി പോണേ. കിട്ടിയോ? എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രം ആൻസർ ചെയ്താൽ മതി. സാർ നമ്മള് ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് പി എടുത്തപ്പോഴേ ഈ കോർഡിനേറ്റ്സ് 3,3,-2 കിട്ടും. ഏത് അല്ല നമ്മളോട് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ 2 പോയിന്റുകളെ പിയിലും ക്യൂലും. അപ്പൊ അവിടുന്ന് മാർക്ക് ചെയ്യാൻ പാടില്ല. അവിടുന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ മാറും, 2:1 മാറും. പക്ഷെ തിരിഞ്ഞു വന്നോളൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ ഫസ്റ്റ് പി വരണം, സെക്കൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻ ദ റേഷ്യോ 1:2. അപ്പൊ ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. ഈ 2 പോയിന്റുകളെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് തന്നെ എടുക്കണ്ട. അപ്പൊ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ 2:1 എന്നുള്ളത് 1:2 എന്ന് മാറ്റി എടുക്കേണ്ടി വരും. ഇവിടേക്ക് 2ഉം ഇവിടേക്ക് 1ഉം റേഷ്യോ മാറും കേട്ടോ. അത് അങ്ങനെ തന്നെ എടുക്കാൻ പാടുള്ളൂ. തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഓർഡറിൽ എടുക്കണം എന്ന്. 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്. ആദ്യം 2 പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ ട്രൈസെക്റ്റഡ് അറ്റ് ദ പോയിന്റ് പി ആൻഡ് ക്യൂ. അപ്പൊ എടുക്കുമ്പോൾ ആദ്യം പിയും രണ്ടാമത് ക്യൂ തന്നെയാണ് നമ്മൾ എടുക്കുക കേട്ടോ. മാറ്റിയെടുക്കരുത്. കേൾക്കണ്ടോ? യെസ്. അടുത്ത ആള് ഗായത്രി പറഞ്ഞോളെ. സാർ ഇവിടെ സാർ എഴുതിയിട്ടില്ലേ പി ലൈസ് ഓൺ 2x - y + k = 0. അതല്ലേ നമ്മള് എക്സും വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ കാരണം. അതിന് പകരം നമ്മള് എക്സ് ആൻഡ് വൈ ആർ സീറോസ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ മതിയോ? അത് രണ്ടും കറക്റ്റ് ആണ്. പി ലൈസ് ഓൺ ദ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ പി ഈസ് എ പോയിന്റ്, പി ഈസ് എ സീറോ ഓഫ് ദിസ് പോയിന്റ്. സീറോ എന്ന് പറയണ്ട, സീറോസ് എന്ന് പറയണ്ട കേട്ടാ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മതി. സീറോ പറയണമെങ്കിൽ ആ പോയിന്റ് എക്സ് കോർഡിനേറ്റിൽ കിടക്കണം എന്നുള്ളതാ. എന്താ സീറോസ് ഓഫ് ദ പോയിന്റ്? ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്താ പറഞ്ഞോ? പോളിനോമിയൽ എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ടാവും. ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് എ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്താ? ക്രഷുകാരല്ലേ, ക്രഷുകാർക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ. അനോക്കി, വാട്ട് ഇസ് ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് എ സീറോസ് ഓഫ് എ പോളിനോമിയൽ? ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷനും അതിന്റെ സീറോസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. സോറി പോട്ടെ. ആരെങ്കിലും അറിയാവോ ജിയോമെട്രിക്കൽ? ഗോകുലിന് അറിയാവോ സീറോസും സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അല്ല, പോളിനോമിയൽ എല്ലാ വാല്യൂസിനും സാറ്റിസ്ഫൈ ചെയ്യും. അതൊക്കെ സൊല്യൂഷൻ ആണ്. സീറോസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് മക്കളെ. സീറോസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഇപ്പൊ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ നോക്കുക, ഒരു ഗ്രാഫ് ഞാൻ ഇപ്പൊ ഒരു എക്സ് ആക്സ് വൈ ആക്സ് ഒരു ഗ്രാഫ് വരച്ചു. ഇതൊക്കെ എന്താണ്? അതിന്റെ സൊല്യൂഷൻസ് ആണ്. ഈ പോയിന്റിൽ കിടക്കുന്ന ഇത് അതിന്റെ സൊല്യൂഷൻ ആണ്, ഇത് അതിന്റെ സൊല്യൂഷൻ ആണ്, ഇതും 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 സൊല്യൂഷൻ, എല്ലാം സൊല്യൂഷനാ. പക്ഷെ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈൻ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണോ, സപ്പോസ് ഒരു 2,0 എന്ന് പറയുന്ന പോയിന്റിലാണ് അത് ആ ലൈൻ ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ഗ്രാഫ് എക്സ് ആക്സിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ് ആണ് 2,0 ആണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് അഥവാ ആബ്സിസേന മാത്രമാണ് നമ്മൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്ന് വിളിക്കുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇവിടെ 2 മാത്രമാണ് അതിന്റെ 0 ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ അതിന്റെ എന്താണ്? സൊല്യൂഷൻ ആണ്. 0 ഈസ് ഓൾസോ എ സൊല്യൂഷൻ, ബട്ട് എവറി സൊല്യൂഷൻ ഈസ് നോട്ട് എ 0. കേട്ടോ? മനസ്സിലാക്കി വെക്കണം. കേട്ടോ പറഞ്ഞത്? ക്ലിയർ ആയോ? ആരാണ് നമ്മളോട് ചോദിച്ചായിരുന്നു? ആരായിരുന്നു 0 ചോദിച്ച ആളാരാ? യെസ്, അനോക്കി പറഞ്ഞ പോലെ. സർ അപ്പൊ ഈ 2x - y + k = 0 എന്ന് പറയുന്നത് AQ ആണോ? അല്ല. ഈ പറയുന്ന ഇപ്പോ ഇങ്ങനെ ഒരു ലൈൻ അവിടെ വേറൊരു ലൈൻ കിടക്കുന്നുണ്ടെങ്കിൽ ആ ലൈൻമ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. AQ അല്ല, AB അല്ല കേട്ടോ. പി എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും കിടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ലൈൻ അതിനെ കട്ട് ചെയ്യുമ്പോൾ ആ ലൈൻമ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. സപ്പോസ് ഇപ്പൊ ഇറ്റ് ഈസ് ഈ ഒരു ലൈൻ L ആണ് ഇതിനെ കട്ട് ചെയ്യുന്ന വെച്ചാൽ എൽമ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്. അനന്യ പറഞ്ഞോളെ. അപ്പോ 2x - y + k അത് വേറൊരു ലൈനാണോ? വേറൊരു ലൈനാ. ഒരേ ലൈൻ ആണെങ്കിൽ അവിടെ ഇന്റർസെക്ടിങ് ഉണ്ടാവണില്ലല്ലോ, ബിക്കോസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് അല്ലേ. ക്ലിയർ? യെസ് ഫൈൻ. അരുന്ധതി ക്ലിയർ അല്ലേ മോളെ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. യെസ്. ലോറ ഓക്കെ ആണോ? ലോറ എവിടെ? യെസ്. എൽനൊക്കെ ഓക്കെ അല്ലേ മോളെ?
യെസ്, വേഗം ആവട്ടെ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വെറുതെ നിസ്സാരമായി കാണണ്ട. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എരോണേ പറഞ്ഞു കൂട്ടാ, എന്ത് പറ്റി? എക്സാമിന്റെ ടോപ്പിക് കെമിസ്ട്രിയിൽ ഏതായിരുന്നു? ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തായിരുന്നേ? അതെ, ലാസ്റ്റ് ക്ലാസ് അത് തന്നെ ആയിരുന്നു ചോദിക്കാൻ വേണ്ടി. എന്തോ ലാസ്റ്റ് ക്ലാസ്സിൽ അത് തന്നെ ആയിരുന്നു? അത് തന്നെയായിരുന്നു എന്നല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നേ. ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ അത് തന്നെയാണ് കേട്ടോ. എന്താണ്? അതെ, ഇവിടെ തന്നിട്ടുള്ളതാണ് കേട്ടോ. ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ? നമ്പർ ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ്. അതങ്ങോട്ട് ബാലൻസ് ചെയ്ത് കൊടുത്താൽ പോരെ? അപ്പൊ അതില് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സാറിന് കെമിസ്ട്രി അറിയോന്നാ? കെമിസ്ട്രി ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്സ് അല്ല എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്, കെമിസ്ട്രി ആണ്. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. CBSE ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എഴുതിക്കോളൂ. determine the ratio കണ്ടുപിടിക്കണം in which the line 2x plus y minus 4 is equal to 0. divide the line segment joining the points. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കൺസെപ്റ്റ് ഒന്ന് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അതിൽ പറഞ്ഞിരിക്കണേന്ന്. അപ്പൊ a ഓഫ് എത്രയാണ്? 2, എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പുറത്ത് b ഓഫ് ദ പോയിന്റ്, ഇവിടെ b എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് എത്രയാണ്? 3,7 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യാം. നോക്കാം മക്കളെ. ഡിറ്റർമിൻ ദ റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ ഇസ് നോട്ട് ഗിവൺ. ടേക്ക് ദ റേഷ്യോ ആസ് വി ക്യാൻ കൺസിഡർ ദ റേഷ്യോ ആസ് k:1. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇനി ഇൻ വിച്ച് എപ്പോഴുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്? ദ ലൈൻ, ഈ ലൈൻ ഡിവൈഡ് ചെയ്യുന്നു. ആരെ ഡിവൈഡ് ചെയ്യുന്നു? ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്. ഈ പോയിന്റിനെ വേറൊരു ലൈൻ ആണ് ഡിവൈഡ് ചെയ്യണേ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അനോക്കി ചോദിച്ച പോലെ ഇതേ ഇക്വേഷൻ തന്നെയാണോ എന്ന് പറഞ്ഞ പോലെ വേറൊരു ലൈൻ ആണെങ്കിൽ ആ ലൈൻമേലത്തെ ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ലേ അവിടെ ഡിവിഷൻ നടക്കുക. ആണെങ്കിൽ കൈവച്ച് കാണിച്ചേ. ആ പോയിന്റ് നമുക്കറിയില്ല. ആ പറയുന്ന പോയിന്റ് നമ്മൾ എന്തെടുക്കുകയാണ്? P of x, y. അപ്പൊ P കിടക്കുന്നത് എവിടെയാ? ഈ ലൈൻമേല. ഏത് ലൈൻമേല? 2x plus y minus 4 equal to 0 എന്ന് പറയുന്ന ലൈൻമേ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് ഡിവൈഡ് ചെയ്യണേ. അതല്ലെങ്കിൽ ആ ലൈൻ ഡിവൈഡ് ചെയ്യണു എന്ന് പറഞ്ഞാൽ ആ ലൈൻമേ കിടക്കുന്ന ഒരു പോയിന്റ് ഡിവൈഡ്. ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ ലൈനിൽ ഇട്ട് കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആ റേഷ്യോ നമുക്ക് കിട്ടുക. അവിടെ കിടക്കട്ടെ. അപ്പൊ ആ റേഷ്യോ നമുക്കറിയില്ല. ടേക്ക് ദ റേഷ്യോ ആസ് എന്താണ്? k:1. ഈ ലൈൻ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട, പോയിന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. യെസ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെടുക്കുകയാണ്? ഇപ്പോ ലൈൻ അല്ലെ, ലൈൻ 2x plus y minus 4 equal to 0 divides AB in the ratio എത്രയാണ്? k:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാ. ശ്രദ്ധിക്കുക, കെയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ യൂസിങ് എന്താണ്? നമ്മുടെ സെക്ഷൻ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണേ. യൂസിങ് സെക്ഷൻ ഫോർമുല നമ്മൾ എന്തെടുത്തു? P of x, y എന്ന് നമ്മൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം m1x2 plus m2 x1 ഡിവൈഡഡ് ബൈ m1 plus m2 ആണ്. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു? m1 y2 plus m2
y1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ കിട്ടുക, m1 പ്ലസ് m2 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി, x, y, വിച്ച് ഇംപ്ലൈസ് x, y ഈസ് ഈക്വൽ ടു m1 എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ബീയിങ് ഇതിനെ നമ്മൾ x1 y1 ദിസ് ഇസ് അവർ x2 y2 ആയിട്ട് എടുത്തു. ഇതാണ് നമ്മുടെ m1, ഇതാണ് നമ്മുടെ എന്ത് m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, k ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻഡ് 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ k പ്ലസ് 1 ആണ്. സിമിലർലി m1 എന്ന് പറഞ്ഞാൽ k ആണ്, k ഇൻറ്റു y2 7 പ്ലസ് m2 1 ആണ്, y2 എന്ന് പറഞ്ഞാൽ y1 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടി, k പ്ലസ് m1 പ്ലസ് m2 എന്ന് കിട്ടും. ശ്രദ്ധിക്കണം, that is equal to ഇവിടെ 3k which implies that x, y is equal to 3k plus 2 divided by k plus 1, 7k minus 2 divided by k plus 1. ഇത്രയും മനസ്സിലായെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ. ഇതാണ് ആരുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ പോയിന്റ്. കാരണം ഇവിടെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ എക്സിനോട് ഇക്വേറ്റ് ചെയ്ത് ഇതാണ് അതിന്റെ എക്സ്, ഇതാണ് വൈ. കാരണം ഒരു വാല്യൂ നമുക്ക് അവിടെ ഇല്ല, ഈക്വൽ ടു 0, ഈക്വൽ ടു 1 or 2 കിട്ടാനായിട്ട് നമുക്ക് മാർഗമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ്. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, ഇതാണ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഏത്, ഇത്. ഈ പോയിന്റ് എവിടെ കിടക്കണമെന്നാ പറഞ്ഞിരിക്കണേ, ഈ ലൈൻമ കിടക്കണമെന്നല്ല പറഞ്ഞിരിക്കണേ. ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, കാരണം അത് ഇൻ ടേംസ് ഓഫ് കെയിലാണ് കിടക്കണേ. നമുക്ക് വേറെ കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരു മാർഗവും നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്താ പറയണേ, ഇനി സിൻസ് പി ലൈസ് ഓൺ എവിടെയാണ്, പി ലൈസ് ഓൺ ഏതാണ്, 2x plus y minus 4 equal to 0. അപ്പൊ പി കിടക്കുന്നത് എന്താ, കാരണം പി എന്ന് പറയുന്നത് ഈ പോയിന്റ് ലൈൻ കട്ട് ചെയ്യണു എന്ന് പറഞ്ഞ ലൈൻമ ഒരു പോയിന്റ് ആണ് പി എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പി കിടക്കുന്നത് എവിടെയാ, ഈ ലൈൻമേലാണ്. അപ്പൊ ലൈൻ ആരെ സാറ്റിസ്ഫൈ ചെയ്യണം, പിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ പി ഷുഡ് സാറ്റിസ്ഫൈ ബൈ ദ ഗിവൺ ലൈൻ ആണ്. തന്നിരിക്കുന്ന ലൈൻ ആരെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഗിവൺ ലൈൻ സാറ്റിസ്ഫൈ ദ പോയിന്റ് പിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിലാണ് ഇനി കൊടുക്കാൻ പോണേ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളൂ. 2 ഇൻറ്റു എക്സിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാ 3k plus 2 divided by k plus 1 എന്നാണ്. k plus 1 പ്ലസ് വൈയുടെ വാല്യൂ എത്രയാ, ദാ ഈ പറയുന്നതാണ് വൈയുടെ വാല്യൂ 7k minus 2 divided by k plus 1 എന്നാണ്. ഈ -4നെ ഞാൻ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തു, -4നെ ഞാൻ +4 ആക്കി അവിടെ നിർത്തി. ഈ 2നെ ഞാൻ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6k plus 4 divided by k plus 1 പ്ലസ് ഇവിടെ 7k minus 2 divided by k plus 1. മക്കളെ പ്രോബ്ലം നോട്ട് കംപ്ലീറ്റ് ഭംഗിയിൽ നോട്ട് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പ്രോബ്ലം കൺസെപ്റ്റും ക്ലിയർ ആയില്ലെങ്കിൽ എത്ര നോട്ട് ഭംഗിയിൽ എഴുതി എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് ഇടില്ല. ഓക്കെ, പരീക്ഷയ്ക്ക് എന്നിരിക്കുമ്പോൾ നമ്മൾ വായ തുറക്കും. അപ്പൊ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, 6k plus 4 ഉണ്ട് പ്ലസ് 7k minus 2 divided by k plus 1 equal to എത്രയാണ്, 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതാ ഇവിടെ 6kയും 7kയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13k എന്നാണ് കിട്ടുക. 13k plus 4 minus 2 എന്ന് പറയുമ്പോൾ -2 ഡിവൈഡഡ് ബൈ എത്രയാണ്, k plus 1 is equal to 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13k minus 2 is equal to 4 into k plus 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 13k minus 2 is equal to 13k plus 2. Okay, sorry, plus 2 ട്ടാ. plus 2 is equal to 4k plus 4 എന്ന് കിട്ടി നമുക്ക് അവിടെ. ഇനി 4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 9k. 13k 4k ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 9k is equal to ഇവിടെ 4 ആണ്, ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -2. അപ്പോൾ
9k is equal to 2 എന്ന് കിട്ടും. Then k is equal to നമുക്ക് എത്രയാന്ന് കിട്ടും? 2/9 ആണ്. k 2/9 ആണെങ്കിൽ നമ്മളോട് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ റേഷ്യോ എത്രയാണ്? 2:9 എന്ന് പറയുന്നതാണ് എന്ത് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അതേ കൺസെപ്റ്റ് തന്നെ കേട്ടോ. കല്യാണിയുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യില്ല, കാരണം ഞാൻ പറയുമ്പോൾ ഭയങ്കര എഴുത്തായിരുന്നു. ക്ലിയർ ചെയ്യണോ? ഇല്ലല്ലോ, ഞാൻ കണ്ടതാ. സർ വിളിച്ചോ. ഹർഷിത പറഞ്ഞ മോളെ. സാർ ഇത് മറ്റേ ഓർഡേർഡ് പെയറിന്റെ വേലും ചെയ്തൂടെ? 3k പ്ലസ് ഓർഡേർഡ് പെയർ ചെയ്യാൻ നമുക്ക് ഇല്ലല്ലോ, കാരണം ഇതേ ഈക്വൽ ടു എക്സ് എന്നല്ലേ കിട്ടുള്ളൂ. രണ്ടുപേരും ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടാവണ്ടേ? ക്ലിയർ. അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നത്. അല്ല, ഇവിടെ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കെ കണ്ടുപിടിക്കായിരുന്നു. കേട്ടോ? യെസ്. അടുത്താണ് കല്യാണി പറഞ്ഞ മോളെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പറ സർ. എനിക്ക് ബ്രാക്കറ്റ് വന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തില്ലേ 2, അന്നേരം ഡിനോമിനേറ്റർ ചെയ്യാറില്ല? ഇല്ല ന്യൂമറേറ്ററിലല്ലേ ചെയ്യാ. 2 into a/b എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2a/b ആണ്. ഡിനോമിനേറ്ററിലേക്ക് അല്ല, ന്യൂമറേറ്ററിലേക്കാണ് കേട്ടോ. ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കില്ല. മെനു പറഞ്ഞ കൂട്ടാ. സാർ k is equal to 2/9 എഴുതിയ കൂടെ? 2/9 എന്ന് പറയുമ്പോൾ അതിനെ റേഷ്യോ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/9 ആണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ നോക്കുമ്പോൾ ഒരു 9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക നമുക്ക് അവിടെ? 2/9 എന്നാണ്. കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ അഗെയിൻ 2:9 തന്നെയാണ്. കിട്ടിയോ? കെയുടെ വാല്യൂ അല്ലേ നമ്മൾ എപ്പോഴും റേഷ്യോ ആയിട്ട് എഴുതണം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാൻ കാരണം കേട്ടോ. യെസ്, വേഗാവട്ടെ. ശ്രീലക്ഷ്മി ക്ലിയർ അല്ലേ മോളെ? പറ. സാർ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ റേഷ്യോ ഡിറ്റർമൈൻ ചെയ്തപ്പോൾ k:1 എടുത്തില്ലേ? k:1 ആണ്. അത് 2/9:1, that is equal to 2:9 ട്ടോ. ഓക്കെ. പക്ഷെ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മള് ഈ k:1 എടുത്തിട്ടില്ല, അവിടെ ഇത് റേഷ്യോ വന്നിട്ടില്ലല്ലോ. നേരത്തെ റേഷ്യോ കണ്ടുപിടിക്കാനായിരുന്നില്ല, p ലൈസ് ഓൺ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ? യെസ്. രണ്ടാമത്തെ ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ലേ? താഴെ ഇരിക്കുന്ന ശ്രീലക്ഷ്മി മനസ്സിലായോ? ശ്രീലക്ഷ്മി വെള്ള കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് മനസ്സിലായോ? യെസ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത ആള് വിജയ് പറഞ്ഞ കൂട്ടാ. ഈ 2 into 3k plus 2/k plus 1 അതെങ്ങനെയാ വന്നത്? അതാ ഇവിടെ ഇക്വേഷനിൽ ഒരു 2 ഉണ്ട്. ഈ ഇക്വേഷനിൽ എക്സും വൈയും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ. യെസ്. അടുത്ത ആള് നിരഞ്ജന പറഞ്ഞ മോളെ. ഹലോ സർ. ഹലോ പറയൂ. ഇപ്പൊ 2 3k plus 2 അപ്പൊ ആർഡിയിലെ k എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ പെറുപെറുത്തു, എന്താന്ന് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഇവിടെ 6k plus 4/k plus 1 വന്നില്ലേ? ബോത്ത് സൈഡിലെ k plus 1 വന്നു. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് പോവില്ലേ? ഡിവൈഡ് ചെയ്ത് പോകാൻ എവിടെയാ ഡിവിഷൻ നടത്തും? ഇവിടെ പ്ലസ് അല്ല എടുക്കണേ, ഡിവിഷൻ വരില്ലല്ലോ. ലൈക്ക് ഫ്രാക്ഷൻ 1/2 plus 3/2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്താ? ന്യൂമറേറ്റർ ആഡ് ചെയ്ത് 4/2 ഒറ്റ ഡിനോമിനേറ്ററിൽ എഴുതുക. അതന്നെയല്ലേ ഇവിടെ നടന്നേ. പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏതിന്? എനിക്ക് തേർഡ് സ്റ്റെപ്പ് മനസ്സിലായില്ല. ഇതാണോ? ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യുക, പുട്ട് ദ സെയിം ഡിനോമിനേറ്റർ. കിട്ടിയാ? 7ാം ക്ലാസ്സിലൊക്കെ കൊണ്ട് ഇരുത്തൂട്ടാ ഞാൻ ഫ്രാക്ഷനൊക്കെ. ഞാൻ ഓക്കെ, ഫ്രാക്ഷന്റെ അഡീഷനൊക്കെ പഠിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട് ശ്രീലക്ഷ്മിനെ. പോട്ടെ. ശ്രീഹരി പറഞ്ഞ കൂട്ടാ. കിട്ടി. ഇതിലിപ്പോ കെന്റെ വാല്യൂ ആണ് 2/9. അപ്പൊ 2/9:1 അല്ലേ വരുന്നുണ്ട്? 2/9:2.
റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ M1:M2 എന്നല്ലേ ആയിരുന്നേ? ശ്രീഹരി പോയോ? പോയി. ശ്രീഹരി, M1:M2 അല്ലേ ആയിരുന്നേ? ആ, അപ്പോ റേഷ്യോ എപ്പോഴും M1:M2 ആണ്. ഓക്കെ, ആ, അതിന് രണ്ട് ഭാഗത്തും ഞാൻ എന്ത് ചെയ്യാൻ പോവാ? M1:M2 ഉണ്ട്, രണ്ട് ഭാഗത്തും ഞാൻ ഒരു M2 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടണേ? M1/M2:1 എന്ന് കിട്ടും. M2/M2:1. Got it? ഈ M1/M1/M2നെയാണ് ഞാൻ എന്തെടുത്തിരിക്കണേ? K:1 എന്ന് എടുത്തിരിക്കണേ. കിട്ടിയാ? അപ്പൊ K എന്ന് പറയുന്നത് എന്താ? റേഷ്യോ M1:M2 ആണ്. അപ്പൊ കെയുടെ വാല്യൂ 2/9 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ M1/M2 ആണ് നമുക്ക് അവിടെ 2/9 കിട്ടിയാണ്. ദാറ്റ്സ് വൈ വി ആർ റൈറ്റിംഗ് K:2/2:9. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ പറഞ്ഞ പോലെ 2/9:1 ആണെങ്കിൽ നമുക്ക് അതിന് ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോഴും 2:9 തന്നെ കിട്ടാം. ക്ലിയർ? യെസ്. യുജീൻ വിനോജ്. യുജീൻ അല്ലേ? യുജീനെ, യുജീൻ എവിടെ? യുജീൻ ഇവിടെ ഉണ്ടാ? യുജീനെ, യുജീൻ ZG138, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു കോൾ അങ്ങോട്ട് വരും. യുജീനെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ വേഗം. ആശ്രിയ, ക്ലിയർ അല്ലേ മോളെ? ആശ്രിയ തന്നെയല്ലേ? അശ്രിയ എന്നാണോ ആശ്രിയ? ക്ലിയർ അല്ലേ? ഒന്ന് കണ്ട് അമ്പ് കാണിച്ച് നോക്കട്ടെ. ഒരു അനക്കം കാണുന്നില്ലല്ലോ. നിങ്ങളുടെ അനക്കൊന്നും, ചെറിയ അനക്കൊന്നും ഇങ്ങോട്ട് എത്തില്ല കേട്ടോ. എവിടെയാണ് ജെറോണെ? ക്ലിയർ അല്ലേ കൂട്ടാ? ജെറോൺ ഭയങ്കര ബിസിയാണല്ലോ. ജെറോണെ ഭയങ്കര ബിസിയാണല്ലോ. സാർമാർ ഇത് എവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്? ബി കെയർഫുൾ. മേഘന, ക്ലിയർ അല്ലേ മോളെ? യെസ്. നിയക്ക് ക്ലിയർ അല്ലേ? നിയ ഇവിടെ ഉണ്ടോ? നിയ ഇവിടെ ഉണ്ടോ? നിയ എലിസബത്ത് അല്ലേ? നിയ എലിസബത്ത് ഇവിടെ ഉണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ. യെസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വേഗം എഴുതിക്കോളൂ. എഴുതിക്കോളൂ. Find the center of a circle passing through the points. Very good. Yes. അപ്പോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ അതിനെ A എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എ പോയിന്റ് 6,-6 ആണ്. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, അതിനെ ഞാൻ B എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ദ പോയിന്റ് 3,-7 എന്ന് എടുക്കുകയാണ്. അടുത്തൊരു പോയിന്റ് ഉണ്ട്, അതിനെ C എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 3,3 എന്ന് എടുക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടേ? സർക്കിളിന്റെ സെന്റർ ഓഫ് ദ സർക്കിൾ. വേഗം ആവട്ടെ. ക്വസ്റ്റ്യൻ വേഗം എഴുതി കഴിഞ്ഞോ? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? എന്നാ പാനൊക്കെ ഒന്ന് നിലത്ത് വെച്ചാൽ, എല്ലാവരും പാനൊന്ന് നിലത്ത് വെച്ചാൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സർക്കിൾ എന്താന്ന് ചോദിക്കേണ്ടി വരും, റേഡിയസ് എന്താന്ന് ചോദിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ കിടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എനിക്ക് എത്രയാണ് എന്നറിയില്ല കേട്ടാ. അപ്പൊ ഞാൻ അതിന് എന്തെടുക്കുക? x,y. ഞാൻ എന്തെടുക്കുക? അതിനെ PA എന്ന് എടുക്കുക അല്ലെ? P എന്ന് കൊടുക്കാം. ഓക്കെ, P സെന്റർ ആണ്, P എന്ന് കിട്ടിയിട്ടുണ്ട്. സർ ക്വസ്റ്റ്യൻ കാണുള്ളൂ. നന്നായി ശ്രദ്ധിച്ചിരിക്കണം, ഇടയ്ക്ക് വെച്ച് എഴുതാൻ പോകരുത്, തെറ്റും.
ട്ടാ. എഴുതുന്ന ആൾക്കാരെ വിളിക്കണോ? ഇല്ല. അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പി സെന്റർ ആണ്. എ എന്ന് പറയുന്നത് സർക്കിളുമ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. സർക്കിളുമ കിടക്കുന്ന സെന്റർ. അപ്പൊ സെന്ററിൽ നിന്ന് സർക്കിളിൽ കിടക്കുന്ന ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ അല്ലേ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുക? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, റേഡിയസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. അപ്പൊ ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇത് റേഡിയസ് ആണ്. ഇതും സെന്റർ ആണ്. ഈ സി എന്ന് പറയുന്ന പോയിന്റും ഓൺ ദ സർക്കിളിൽ കിടക്കുന്നതാണ്. അപ്പൊ ഇതും റേഡിയസ് ആണ്. സെന്റർ ആണ് ബി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ കിടക്കുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇത് റേഡിയസ്. അപ്പൊ ഈ 3 ഡിസ്റ്റൻസ്, അപ്പൊ പി ആണെങ്കിൽ പി സി പി എ പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, പി സി പി എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ അല്ലേ? ആണോ 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 ആണോ? യെസ്. അപ്പൊ നമ്മള് ഇവിടുത്തെ കൺസെപ്റ്റ് എടുക്കുമ്പോ നമ്മൾ എടുക്കാൻ പോണത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ പി ഈസ് എ സെന്റർ ഓഫ് എ സർക്കിൾ ആണ്. ലെറ്റ് പി ഓഫ് എക്സ് കോമ വൈ ബി ദി center of a circle, be the center of the circle which passes through the points a comma b and c. Clear ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ് എന്താ? ഒ പി എ അല്ലെ? അപ്പൊ പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസും പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും അതുപോലെ തന്നെ പി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. ഇത് മൂന്നും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ പി എ സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്തിന് ഈക്വലാ? പി ബി സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? പി സി സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. അപ്പോ എന്താണ് പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോക്കുക. നമുക്ക് റൂട്ട് വേണ്ട. അപ്പോ എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 6 എന്ന് പറഞ്ഞാൽ y പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ ആണ്. നോക്കുക, പി എ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 6 y പ്ലസ് 6 ആണ്. റൂട്ട് ഉണ്ട്. സ്ക്വയർ ചെയ്തപ്പോ എന്തുണ്ടായി? റൂട്ട് ക്യാൻസൽ ആയി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഉറപ്പല്ലേ? ഹലോ 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 ഇവിടെ ഉണ്ടല്ലോ. യെസ്. ഈക്വൽ ടു പി ബി. ഏതാ പി ബി? ദാ ഇവിടെ നിന്നാണ് റൂട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 7 എന്ന് പറയുമ്പോൾ y പ്ലസ് 7 ഹോൾ സ്ക്വയർ. പി ബി ആണ്. റൂട്ട് ഉണ്ടാവും. നമ്മൾ സ്ക്വയർ ചെയ്തായിരുന്നു. അപ്പൊ റൂട്ട് ക്യാൻസൽ ആയി പോയി. വിച്ച് ഇസ് ഈക്വൽ ടു പി സി. പി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. റൂട്ട് ആണ്. സ്ക്വയർ ചെയ്തായിരുന്നു. അപ്പൊ റൂട്ടും ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സും വൈയും കണ്ടുപിടിക്കണം. എന്താണ് എക്സും വൈ എന്ന് പറഞ്ഞാൽ? സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? വിളിച്ചേ അനോക്കി പറഞ്ഞ പോലെ. അനോക്കി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അനോക്കി അവിടെ എഴുതുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ. സർ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ അതെങ്ങനെ കിട്ടിയേ? ദാ എക്സ് സെന്റർ ആണ്. ഇത് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഫോർമുല പി എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 6 ദാറ്റ് ഈസ് y പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഉണ്ട്. ഇവിടെ സ്ക്വയർ ചെയ്തായിരുന്നു. അപ്പൊ റൂട്ട് ക്യാൻസൽ ആയി പോയി. കിട്ടിയോ? അനോക്കിക്ക് നെറ്റില്ലേ തോന്നുന്നു. യെസ്. അടുത്താണ് ധനലക്ഷ്മി പറഞ്ഞ മോളെ. മറ്റേ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന y മൈനസ് 3 ഹോൾ ക്യൂബ് ആയിട്ട്. സോറി സാർ ധൃതിയിൽ എഴുതി പോയി. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു മോളു. അടുത്ത ആള് വിളിച്ചേ. ഹർഷിത. സർ അതെന്തിനാ സ്ക്വയർ ചെയ്തേ? നമുക്ക് റൂട്ട് കളയാൻ. ഓക്കെ. എല്ലാത്തിനും റൂട്ട്. ഇവിടെ റൂട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടുത്ത ആള് ശ്രീഹരി. സർ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് എ ബി സി സി ബി ബി എന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് സെൻട്രോയിഡ് ഫോർമുല യൂസ് ചെയ്ത്. ഏതിന്റെ? എ ബി സിയുടെ സെൻട്രോയിഡ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ ആൻസർ കിട്ടോ? നോട്ടെ. 3 + 6
6 + 12 12/3 ചെയ്ത് കഴിഞ്ഞാൽ 4 ഇല്ല, കാരണം അവിടെ മിഡ് പോയിന്റ് ഇത് ഞാനിങ്ങനെ മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് മിഡ് പോയിന്റ് ആവണമെന്നില്ല, മനസ്സിലായ? ഇത് സെൻട്രോയിഡ് ആവണമെന്നില്ല എന്ന് മനസ്സിലാവും. ട്രയാങ്കിൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് ഇങ്ങനെയൊക്കെ ആവാം. അപ്പൊ നമ്മുടെ ഇതന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടേക്ക് മിഡ് പോയിന്റ് വരുമ്പോൾ അത് എപ്പോഴും സെന്റർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. കിട്ടിയോ? വരച്ച ഫിഗറിന്റെ ഷേപ്പ് നോക്കരുത്. ക്ലിയർ? ഓക്കെ, അടുത്ത ആള് ഇല്ലല്ലോ? യെസ്. അപ്പോ ഇവിടെ 3 ഇക്വേഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം എന്താണെങ്കിൽ നൗട്ടാ രണ്ട് ഭാഗം ഇക്വേറ്റ് ചെയ്യണം. ഒന്നില് PA² = PB², PB² = PC², PA² = PC². ഇതിൽ ഇഷ്ടമുള്ള ഒന്ന് ശ്രദ്ധിച്ച് വീണ്ടും പറയാം, എഴുതുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും സാറേ ഇത് എങ്ങനെയാ വന്നേന്നുള്ളത്. PA² = PB² എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ഓർ PB² = PC² എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ PA² = PC². ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, നമുക്ക് 2 ഇക്വേഷൻ വേണം. അപ്പൊ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുത്ത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ വ്യത്യാസമാണെങ്കിലും ഫൈനൽ ആൻസർ റിമെയിൻ സെയിം ആണ്. അപ്പൊ ആദ്യം നമ്മൾ PA² = എന്തെടുക്കാൻ പോവാ? PB² എന്ന് എടുക്കാൻ പോവാ. അപ്പൊ ഇതാണ് ഇക്വേഷൻ കേട്ടോ. അപ്പൊ നോക്കുക, x - 6² plus y + 6² = ഇവിടെ x - 3² plus y + 7² എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോ x² - 12x plus a minus b whole square 36 plus y-യുടെ കേസിൽ y² plus 12y plus 36 എന്ന് നമ്മുടെ കിട്ടും, ഈക്വൽ ടു ഇപ്പുറത്ത് x² - 6x plus 9 എന്ന് കിട്ടും. ഇപ്പുറത്ത് y² plus 14y plus 49 എന്നുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x² കട്ട് ചെയ്ത് പോയി, y² കട്ട് ചെയ്ത് പോയി. -12x തലത്തേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് -6x ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, -12x ഉണ്ട്, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് ആവും, -6x. 12y ഉണ്ട്, ഈ 14y ഇപ്പുറത്തേക്ക് കൊടുത്താൽ -2y എന്നായിരിക്കും, ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 49 പ്ലസ് 9 എന്ന് പറയുമ്പോൾ ഒരു 58 കിടക്കുന്നുണ്ട്. 36 plus 36 അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 72 എന്ന് നമുക്ക് അവിടെ കിട്ടും. സോ -6x - 2y is equal to എത്ര കിട്ടുക? 14 എന്നാണ് കിട്ടുക. ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ, എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യാൻ പോകും? ഒരു -2 കൊണ്ട്, ശ്രദ്ധിക്കണം, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3x plus y ഈക്വൽ ടു 7 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ. കുറച്ച് ഹയർ ആണ് കേട്ടോ, കുറച്ചല്ല, കുറച്ചധികം ഹയർ ആണ്. അപ്പോ PA² = PB² എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ രണ്ട് ഭാഗങ്ങൾ മാത്രം എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാ. ഇതേ സ്ക്വയർ ഈക്വൽ ടു ഇതേ സ്ക്വയർ എന്ന് എടുക്കാൻ പോവാ. ഫിഗർ തൽക്കാലത്തേക്ക് സാർ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ എന്താ കിട്ടാൻ നോക്കാം? x - 3² plus y plus 7² equal to x - 3² plus y minus 3² എന്നാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 6x plus 9 plus y² minus plus 14y plus 49 equal to അതിന് ഒരു കാര്യം ഉണ്ട് കേട്ടോ. അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു
എക്സ് മൈനസ് 3 ഇവിടെ ഒരു എക്സ് മൈനസ് 3. അപ്പൊ നോക്കുക, ഈ എക്സ് മൈനസ് 3 ഈ എക്സ് മൈനസ് 3 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അവിടുന്ന് വൈ സ്ക്വയർ പ്ലസ് 14y പ്ലസ് 49 ഇസ് ഈക്വൽ ടു ഇവിടെ വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 എന്നാണ് കിട്ടുക. വൈ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. അപ്പോൾ 14y ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാവും, പ്ലസ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20y. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, ഒരു മിനിറ്റ്. 20y ഈസ് ഈക്വൽ ടു, ഒരു സെക്കൻഡ് നോക്കല, ഒരു സെക്കൻഡ് 39 20y മൈനസ്. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ, ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ് രണ്ടാമത്തെ ഭാഗം എടുക്കട്ടെ. സാർ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കോ 3,3 അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. 14x മൈനസ് 6x ഇങ്ങോട്ട് വരുമ്പോൾ 15/3. എനിവേ നമ്മളിതാ ഇത് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഭാഗം നോക്കട്ടെ. പി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ നോക്കുക, എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 6 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ, എന്താ ഉണ്ടായെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 36 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ വൈ സ്ക്വയർ പ്ലസ് 12y പ്ലസ് 36 ആണ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആണ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 തന്നെയാണ്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. 12x ഉണ്ട്, ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 6x ആണ് നമുക്ക് അവിടെ കിട്ടണേ. മൈനസ് 6x എന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് 6x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും, മൈനസ് 6x എന്ന് കിട്ടിയിട്ടുണ്ട്. 12y ഉണ്ട്, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 18y എന്ന് കിട്ടും. ഈക്വൽ ടു 9 പ്ലസ് 9 18 ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ആര് പോവും, ഒരു മൈനസ് 72. 36 പ്ലസ് 36 അപ്പുറത്തേക്ക് പോവും. അപ്പോ മൈനസ് 6x പ്ലസ് 18y ഇസ് ഈക്വൽ ടു മൈനസ് 54 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. അതിനൊരു മൈനസ് 6 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവൈഡ് മൈനസ് 6 ചെയ്യുമ്പോൾ എക്സ്, ഇവിടെ ചെയ്യുമ്പോൾ മൈനസ് 3y ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ എത്രയാ 9 എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കുറച്ച് ഹയർ ആണ് കേട്ടോ. രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയില്ലേ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അതില് നോക്കാം, 3x പ്ലസ് വൈ ഈക്വൽ ടു 7 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ് മൈനസ് 3y ഈക്വൽ ടു 9 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടെണ്ണത്തിനെയും സോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോൾവിങ്. അപ്പോൾ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 ആയി. ഇത് എത്രയാവും, 27 ആവും. സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് നെഗറ്റീവ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ, 10y ഇസ് ഈക്വൽ ടു മൈനസ് 20 എന്നും, അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാ, മൈനസ് 20 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എനി വൺ ഓഫ് ദി ഇക്വേഷൻ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 ഇൻറ്റു മൈനസ് 2 ഇസ് ഈക്വൽ ടു 9 ആണ്. സോ എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 9 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാ, 9 മൈനസ് 6 ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആരുടെ വാല്യൂ കിട്ടും, എക്സിന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചാൽ, വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല, സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മൾ പറഞ്ഞു 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ പി എ, പി ബി, പി സി, അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുത്തു 3 എണ്ണം ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ 3 എണ്ണം എനി 2 എടുത്ത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ ഭാഗം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ അത് എനി ഓഫ് ദി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. മറ്റത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു എറർ വന്നു, എന്താണെന്നറിയില്ല. സാർ വിളിച്ചോ. ശിവാനി പറഞ്ഞ മോളെ.
ശിവാനി കേൾക്കണില്ല. ശിവാനി നോട്ട് ഓഡിബിൾ. ഒന്ന് ചാറ്റ് ഇട്ടേ മോളൂ. ആ സാർ വിളിച്ചോ. ഏബലേ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് കൂടെ പറ. സാർ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ x-6 ഹോൾ സ്ക്വയർ പ്ലസ് 5 പ്ലസ് 6 ഹോൾ സ്ക്വയർ അത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഡിസ്റ്റൻസ് ഫോർമുല എടുത്തു. നമ്മുടെ പി എന്ന് പറയുന്നത് സെന്റർ ആണ്, എ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അപ്പൊ പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെയാണ് പിടിക്കുക? ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല. അതിൽ സ്ക്വയർ ഉണ്ടാവും, പക്ഷെ നമ്മളിവിടെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ക്വയർ പോയി. കിട്ടിയോ? യെസ്. അടുത്ത പിന്നെ പി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എടുത്തില്ലേ? അത് സാറ് മറ്റേ നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ എഴുതിയപ്പോൾ കുറച്ച് മായ്ച്ചു കളഞ്ഞിട്ടില്ലേ? കുറച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ പി സി സ്ക്വയറിന്റെ സ്റ്റെപ്പ്? ആദ്യം എഴുതിയതാണോ? അത് കുഴപ്പമില്ല, അതെടുത്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അത് ഞാൻ നേരത്തെ എടുത്തപ്പോൾ അതിങ്ങനെ പി എ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു x-3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y-3 ദ ഹോൾ സ്ക്വയർ എന്നാണ്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയറും ഇതും കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതേ സ്ക്വയർ ഈക്വൽ ടു ഇതേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y പ്ലസ് 7 ഇസ് ഈക്വൽ ടു y-3 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. കേൾക്കണ്ട? അപ്പൊ അത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും അവിടുന്ന്? ഡയറക്റ്റ് ആയിട്ട് -2 എന്ന് അവിടുന്ന് കിട്ടും കേട്ടോ. ദിയ പറഞ്ഞോളെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മോള് പറ. സർ ഇങ്ങനത്തെ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം എത്ര മാർക്കിനായിരിക്കും ചോദിക്കുക? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ MCQൽ വരെ ഹയർ ഓർഡർ വരാം. കേൾക്കണ്ട? ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്ക്, 4 മാർക്കിന്റെ ഇല്ലേ? 4 മാർക്ക് നമുക്ക് കേസ് സ്റ്റഡി ആണല്ലോ. ചോദിക്കുന്നുണ്ടെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കേ ചോദിക്കുള്ളൂ കേട്ടാ. ഹയർ ഓർഡർ എന്ന് പറയുന്നത് വലിയ മാർക്കിന്റെ മാത്രമല്ല, ഈവൻ MCQലായാലും ഹയർ ഓർഡർ ചോദിക്കാം. യെസ്. അടുത്ത ആള് ഗോകുലേ പറഞ്ഞ കൂട്ടാ. രണ്ട് സ്ഥലത്തും ഈ പി എ സ്ക്വയർ പി ബി സ്ക്വയറിന്റെയും പി എ സ്ക്വയർ പി സി സ്ക്വയറിന്റെ ഭാഗത്ത് -2 -6 വെച്ച് ഡിവൈഡ് ചെയ്തില്ലേ? അത് 2ഉം 6ഉം വെച്ച് ഡിവൈഡ് ചെയ്ത പ്രശ്നമുണ്ടോ? അതെങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, പക്ഷെ നമുക്കത് മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാ. കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ മതി കേട്ടോ. അടുത്ത ആള് മാളവിക പറഞ്ഞ മോളെ. ഹലോ സർ. പറ 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 പറ. സർ എനിക്ക് ഇത് ഇക്വേഷൻ എക്സ്പാൻഡ് സ്ക്വയർ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ഇത് സ്ക്വയർ ചെയ്യണത് a-b ഹോൾ സ്ക്വയറിൽ a-b ഹോൾ സ്ക്വയർ, ഇവിടെ a+b ഹോൾ സ്ക്വയർ, ഇവിടെ എങ്ങനെയാ വരുന്നത്? 6ന്റെ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 ആ, 12 അല്ല. പിന്നെ ഇവിടെ ഇല്ല സെക്കൻഡ് ഇക്വേഷൻ്റെ അകത്ത് ആൻസർ വരുന്നത് -3x + 9y = -27 അല്ല വരുന്നത്? -3x + 9y = -27. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് ചെയ്തപ്പോ സർ ചേഞ്ച് ചെയ്തിട്ടില്ലേ? അതായത് ഞാൻ ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു, ഈ ഇക്വേഷൻ ആയിരുന്നു. ഇതിനെ ഞാൻ ത്രൂ ഔട്ട് 9 ആയിരുന്നു, ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അത് പോസിറ്റീവ് ആയത്. സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സൈൻ ചേഞ്ച് ചെയ്ത് ഞാൻ കൊടുത്തതാ. അടുത്ത ആള് എലിമിനേഷൻ മെത്തേഡ് ഒന്നും നിങ്ങൾ പഠിപ്പിക്കണ്ടല്ലോ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാരല്ലേ. അദ്വൈതേ പറഞ്ഞ കൂട്ടാ. സാർ മായ്ക്കുന്നതിന് മുമ്പ് അവിടെ 20y = -14 എന്നല്ലായിരുന്നു, അപ്പൊ അത് -2 ആയിരുന്നല്ലോ. കേട്ടില്ല. നേരത്തെ മായ്ക്കുന്നതിന് മുമ്പ് 20y = -40 ആയിരുന്നു, അപ്പൊ അത് -2 അല്ലേ? 20y = -40 ആയിരുന്നു. -40 ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ധൃതിയിൽ അത് മാച്ചിലാണ് എടുത്തതാ കേട്ടോ. യെസ്. അടുത്ത ആള്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ആരാ? ജോണേ പറയൂ. ഈ PA = എത്രയാ? PA = √(x - 6) ² + y + 6 ² അല്ല, വെറും PA. അതന്നെ പറഞ്ഞ, വെറും PA ആണ്. √(x ഉം y ഉം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? അല്ല അതല്ല, അപ്പൊ സാർ ഈ x മൈനസ് പറഞ്ഞ അതാ എങ്ങനെ വന്നേ അവിടെ? x - 6 ഹോൾ സ്ക്വയർ. രാമായണം മുഴുവൻ വായി ചാപ്റ്ററും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോ ഡിസ്റ്റൻസ് ഫോർമുല എന്താന്ന് ചോദിക്കരുത് കേട്ടാ.
ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. അപ്പോ നമ്മൾ ഈ x1ഉം x2 ആയിട്ടില്ല എടുക്കാറ്. പി എന്നുള്ള പോയിന്റ് എക്സ് കോമ വൈ എന്ന് എടുത്തു കഴിഞ്ഞ് അത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാലോ. ഈ പോയിന്റ് 6, ആണെങ്കിൽ എങ്ങനെയാ ചെയ്യാ? മറ്റേ ഇക്വേഷൻ ഇട്ട് ഒന്ന് പറഞ്ഞേ. x1 സോറി x1 മൈനസ് x2 അതായിക്കോട്ടെ. x1ന്റെ പ്ലേസിൽ x ആണെങ്കിൽ x - 6 എന്നല്ലേ വരിക. y1ന്റെ പ്ലേസിൽ ആണെങ്കിൽ y - 6 വരുമ്പോ y + 6 അല്ലേ വരിക. അതല്ലേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. നന്നായിണ്ട് കേട്ടാ. അടുത്ത ആള് ജോയലേ. ഹലോ സാർ. സാറേ ഈ PA² = PC² തൊട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? PA² എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഭാഗം. രണ്ടാമത്തെ PC എന്ന് പറഞ്ഞാൽ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ എടുക്കുന്നുണ്ട് അല്ലേ? ആ രണ്ട് ഭാഗങ്ങളെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിനെ a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക, ഇതിനെ a + b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക, ഇതിനെ a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക, ഇതിനെയും a - b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് കോമൺ ടേംസുകൾ കട്ട് ചെയ്ത് കളഞ്ഞ് എക്സിനെയും വൈനെയും ഒക്കെ ഒരു സൈഡിലേക്ക് കൊടുന്ന് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ -6x + 18y = -54 എന്ന് കിട്ടും. കിട്ടിയോ? എന്നിട്ട് ത്രൂ ഔട്ട് ബൈ എന്ത് ചെയ്തു? കോമൺ ഫാക്ടർ -6 ആണ്. അപ്പൊ -6 കൊണ്ട് ത്രൂ ഔട്ട് ബൈ ഡിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുക. ഇനി ഈ ഇക്വേഷനും ഈ പറഞ്ഞ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുക, ഐദർ ബൈ എലിമിനേഷൻ മെത്തേഡ് ഓർ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഒരു വേരിയബിളിന്റെ വാല്യൂ. മക്കളെ ഈ ഡൗട്ട് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? അവിടെ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഇക്വേഷൻ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ് കിട്ടും. കിട്ടിയോ കേട്ടോ? എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും ഹോട്ട് വേണ്ടായിരുന്നു എന്ന് അല്ലേ? തരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. സാരല്ലേ, പോട്ടെ, എന്തായാലും കിടക്കട്ടെ. കാരണം നമ്മളത് പ്രാക്ടീസ് റിവിഷന്റെ ടൈമിലാണ് ഞാൻ ചെയ്തേ ഉള്ളൂ. അടുത്താള് ദേവനാരായണൻ. സാർ ഈ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാണ്? -3x പ്ലസ് അത് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ ഈ പറയുന്ന ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കിയാലല്ലേ എലിമിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അത് ഇങ്ങനെയായി മാറിയിട്ടുള്ളത്. ക്ലിയർ? യെസ്. അടുത്ത ആള് ആയിഷ, പറഞ്ഞോളെ. ഇവിടെ PA² = PB² = PC² എന്നില്ല. അപ്പൊ സാർ ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള, പക്ഷെ അവിടുത്തെ റൂട്ട് എവിടെ? മോളെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആയി പോവില്ലേ? PA എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്, അതിൽ റൂട്ട് ഉണ്ടാവും. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആയി പോവില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ എഴുതിയാണ് കേട്ടോ. അപ്പൊ റൂട്ടില്ലാതെ റൂട്ടിൽ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റൂട്ടുള്ള നമ്പേഴ്സ് നമുക്ക് √2 ഇവിടെ √y + 3 = √x + 9 എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരണമെങ്കിൽ റൂട്ട് ക്യാൻസൽ ചെയ്യണം. ഗോട്ട് ഇറ്റ്? അടുത്ത ആള്. ഭയങ്കര ഹാർഡ് ക്വസ്റ്റ്യൻ. കുറച്ച് ഹാർഡാണ്. സാരമില്ല, പോട്ടെ, ഞാൻ തന്നേ ഉള്ളൂ. ഇപ്പൊ പഠിക്കൊന്നും വേണ്ട കേട്ടോ, സ്കൂളിലേക്ക് പഠിക്കൊന്നും വേണ്ട. ബോർഡ് എക്സാമിന് ടൈം ആവുമ്പോൾ മാത്രം പഠിച്ചാൽ മതി. അടുത്ത ആള് സർ ലെവിനെ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു കൂട്ടാ. സാർ ഈ PB² = PC² ഇല്ലേ, അതിൽ വൈൻ്റെ വാല്യൂ കിട്ടൂലേ? അപ്പൊ അത് ചെയ്യുന്നതിന് എളുപ്പം മാർക്കിന്റെ ഡിഫറൻസ് വല്ലതും? PB² = PC² ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻ വരും അവിടെ. അതായത് y + 7 എളുപ്പമാണെന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. y + 7 ഹോൾ സ്ക്വയർ = y + 3 ദ ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ കളയുമ്പോൾ ഇവിടെ +or-3 എന്ന് പറയുന്ന ഒരു കേസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും കേട്ടോ. ആ കേസ് വന്ന് വീണ്ടും എക്സ്പ്ലനേഷൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം ഒഴിവാക്കിയത്. കിട്ടിയോ? അല്ല, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ 20y = -40y. അത് പോസിറ്റീവ് കേസ് മാത്രം എടുത്തോണ്ടാ. കേട്ടോ? അല്ലെങ്കിൽ മറ്റേ കേസും കൂടി വരുമ്പോ അവിടെ കൺഫ്യൂഷൻ വന്നേനെ കേട്ടാ. യെസ് ബൈ. കല്യാണി, ക്ലിയർ ആണോ? വേണ്ട, കൺക്ലൂഷൻ വേണ്ട. അതായത് സെന്റർ ആണ്, കൺക്ലൂഷൻ വേണം. സെന്റർ = P of x, y = 3, എത്രയാ? -2. ഇതാണ് അതിന്റെ സെന്റർ കേട്ടോ. യെസ് മക്കളെ, കുറച്ച് ഹോട്ടാണ്. ശരത് സാറിനോട് ദേഷ്യം വിചാരിക്കരുത്. ഇങ്ങനത്തെ ഹോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പൊ എനിവേ, എന്താണ് മൃദുലിനെ? കഴിഞ്ഞു.
സാർ ഞാൻ ഇന്നലെ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ എനിക്ക് 3, -2 കിട്ടിയ പക്ഷെ ആൻസർ ചെക്ക് ചെയ്തപ്പോ ഗൂഗിൾ -3, -2 എന്നാ പറഞ്ഞു. അത് രണ്ട് കേസ് അവിടെ ചെക്ക് ചെയ്യണോണ്ടാ. ആ രണ്ടാമത്തെ ഭാഗം -3, -2 ഗൂഗിളിനെ മാത്രം വിശ്വസിക്കരുത് കേട്ടോ. ഓക്കെ യെസ് മക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ x = 3 എന്നും y = -2 എന്ന് പറയുന്ന സെന്റർ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോർഡിനേറ്റ് ജിയോമെട്രി. ഈ ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് പറയുന്നില്ല, NCERT-ലുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, കുറച്ച് ഹയർ ആണെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഇത്രയാണ് കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി വീണ്ടും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ കാണും വരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.